വിശുദ്ധ കുർബാനയുടെ ആർദ്രമായ അനുഭവങ്ങൾ, ദിവ്യകാരുണ്യനാഥനോടൊപ്പമുള്ള ജീവിതാനുഭവങ്ങൾ. ഇത് സ്റ്റിഗ്മാറ്റിൻ സഭാ വൈദികനായ ഫാദർ സാജൻ പാറയ്ക്കൽ CSS. ആലുവയ്ക്കടുത്ത് കുറുമശ്ശേരിയിലെ ബെർട്രോണി സെമിനാരിയുടെ റക്ടറും ധ്യാനഗുരുവുമായ സാജനച്ചൻ തന്നെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യ സ്നേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. നമ്മോടൊപ്പം ജീവിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ നടത്തിയ ഇടപെടലുകൾ വർണ്ണിക്കാൻ, വിവരിക്കാൻ, അത് മറ്റുള്ളവർക്കും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, തിരിച്ചറിവുണ്ടാകാൻ, ഉൾക്കണ്ണ് തുറക്കാൻ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ ഫാദർ സാജൻ പാറയ്ക്കൽ സ്റ്റിഗ്മാറ്റൈൻ സഭയിലെ ഒരംഗമാണ്. ഈശോയുടെ പഞ്ചക്ഷതങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈശോയുടെ തിരുമുറിവുകളുടെ സഭ എന്ന് മലയാളത്തിൽ വിളിക്കാൻ സാധിക്കുന്ന സ്റ്റിഗ്മാറ്റൈൻ സഭ, കോൺഗ്രിഗേഷൻ ഓഫ് ദ സേക്രഡ് സ്റ്റിഗ്മാറ്റ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വർഷങ്ങൾക്ക് മുമ്പ് 1816 വിശുദ്ധ ഗാസ്പർ ബെർട്ടോണി ഇറ്റലിയിലെ വെറോണയിൽ സ്ഥാപിച്ചതാണ് ഈ സമർപ്പിത സമൂഹം. അദ്ദേഹം ഒരു ഡയോസീസൻ വൈദികനായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിന് ദിവ്യകാരുണ്യത്തോട്, തിരുവചനങ്ങളിലൂടെ എല്ലാം അനേക വിശുദ്ധരുടെ പ്രചോദനങ്ങളും എല്ലാം കിട്ടിയപ്പോൾ അദ്ദേഹം ആരംഭിച്ച സമർപ്പിത സമൂഹമാണിത്. പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകം മുഴുവനും സർവ്വ സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നും, പ്രത്യേകിച്ച് വൈദികരുടെയും സമർപ്പിതരുടെയും നവീകരണത്തിൽ, അവരുടെ പരിശീലനത്തിൽ, അവരുടെ ഓൺഗോയിങ് തുടർ പരിശീലനത്തിൽ എല്ലാം ഭാഗവാക്കുകളാകുകയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രേക്ഷിത മേഖലകളിലും ഏതിനൊക്കെയാണോ ഈ കാലഘട്ടത്തിൽ അതാത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് സുവിശേഷ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെയും പ്രത്യേകമായിട്ട് നിയോഗിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ സ്റ്റിഗ്മാറ്റൈൻ സഭയ്ക്ക് ഒരേ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അത് അങ്കമാലിക്കടുത്ത്, നെടുമ്പാശ്ശേരിക്കും അങ്കമാലിക്കും ഒക്കെ അടുത്തായിട്ടുള്ള ഒരിടമാണ് കുറുമശ്ശേരി. കുറുമശ്ശേരിയിൽ ബെർട്ടോണി സെമിനാരി എന്നും ദൈവകരുണയുടെ ആലയമായ ഡിവൈൻ മേഴ്സി ചാപ്പലും, ഇതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത ഇടമായ പൊയ്ക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സഭ നടത്തുന്ന ആതുര സേവനമുണ്ട്. തെരുവിൽ നിന്ന്, വഴിവക്കിൽ നിന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്ന പുരുഷന്മാരായ രോഗികളെ, അനാഥരായ കിടപ്പ് രോഗികളെ മാത്രം പരിചരിക്കുന്ന ഒരിടമുണ്ട്. ഇവിടെ ഈ ബെർട്ടോണി സെമിനാരിയിൽ ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത തന്നെ ദിവ്യകാരുണ്യ വചന അനുഭവ ധ്യാനമാണ്. ഇതാണ് ഈ സഭയുടെ ക്യാരിസം. എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഞാൻ പാലാ രൂപതയിൽപ്പെട്ട കളത്തൂക്കടവ് എന്ന് പറയുന്ന ഇടവകയിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. ഇപ്പോൾ എൻ്റെ അപ്പനും എൻ്റെ സഹോദരങ്ങളും പാലാ രൂപതയിൽ തന്നെ പയസ് മൗണ്ട് എന്ന് പറയുന്ന ഇടവകയിലാണ് താമസം. ഞാൻ സെമിനാരിയിൽ ചേരുന്നത് 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ്. ശേഷം സെമിനാരിയിൽ ചേരുന്നു. ദൈവവിളിയെക്കുറിച്ച് എന്തോ ഒരു ആഗ്രഹമുണ്ട്, ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യണം, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കണമെന്നൊക്കെ. അങ്ങനെ സെമിനാരി പഠനം തുടർന്നു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ചേർന്ന സെമിനാരിയിലെ അധികാരികൾ എന്നോട് പറയുകയാണ്, ഇദ്ദേഹത്തിന് നിനക്ക് ദൈവവിളി ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ സെമിനാരിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡിഗ്രി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂരാണ്. അപ്പോഴെൻ്റെ സ്പിരിച്വൽ ഫാദറായും കുമ്പസാരക്കാരനായും CST സഭയിലെ ബഹുമാനപ്പെട്ട ജോർജ് പൂതക്കുഴി അച്ഛനുണ്ട്.
ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ പൂതക്കുഴിയച്ഛൻ എന്നോട് പറയുകയാണ്, നിനക്ക് ദൈവവിളി ഉണ്ട്, അത് നീ നശിപ്പിക്കരുത്. ഞാൻ ആകെ വിഷമത്തിലായി. ഒരു കൂട്ടം വൈദികൻ എന്നോട് പറഞ്ഞു, നിനക്ക് ദൈവവിളി ഇല്ല. കുംസാരക്കാരനായ അച്ഛൻ എന്നോട് പറയുന്നു, എനിക്ക് ദൈവവിളി ഉണ്ട്. മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം പറഞ്ഞു, പരിചയമുള്ളക്കാരെല്ലാം പറഞ്ഞു, ഇത്രയും നാളും ജീവിതം നശിപ്പിച്ചു, ഇനി ദൈവവിളി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടന്ന് ഭാവി കളയരുത്. അങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഇരുന്ന് ഒരു ജാഗരണ പ്രാർത്ഥനയിൽ ബാംഗ്ലൂരുള്ള റിന്യൂവൽ സെൻറ്ററിലെ പൂതക്കുഴിയച്ഛൻ നടത്തുന്ന സെൻറ്ററിലായിരുന്നു. ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ഈശോയോടൊരു നിർബന്ധ ബുദ്ധിയിൽ എന്ന പോലെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്കൊരു അടയാളം തരണം. അങ്ങ് എനിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇനിയും ഒരു ഭോഷനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ ഞാൻ സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയ ആ ദിവസത്തിൻ്റെ വാർഷികം വരുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തമായി 1 വർഷത്തിനുള്ളിൽ എനിക്ക് വ്യക്തമായ ഒരു തീരുമാനം കിട്ടണം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. എനിക്ക് പാസ്പോർട്ടില്ല, എനിക്ക് കോൺഗ്രിഗേഷനെ കുറിച്ചൊന്നും അറിയില്ല. പൂതക്കുഴിയച്ഛൻ എനിക്കൊരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, നീ ഈ അഡ്രസ്സിൽ എഴുതുക, ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം നടന്നോളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നൈറ്റ് വിജിൽ ഇരുന്ന് കർത്താവിനോട് ചെയ്ത ആ വാഗ്ദാന പ്രകാരം എനിക്ക് ഇത് ഈശോയുടെ ഹിതമാണെങ്കിൽ മാത്രം സെമിനാരിൽ ചേർന്നാൽ മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോയി നേരിട്ട് ബാംഗ്ലൂർ എനിക്ക് പാസ്പോർട്ടിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. ജയിൽ മിനിസ്ട്രിയിലെ ബഹുമാനപ്പെട്ട കരിപ്പേരി അച്ഛൻ എൻ്റെ കൂടെയാണ് ഞാൻ അന്ന് താമസിക്കുന്നത്, വർഗീസ് കരിപ്പേരി അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചു. പാസ്പോർട്ട് വെരിഫിക്കേഷന് വരുന്ന പോലീസുകാരൻ എന്നോട് ആവശ്യപ്പെട്ടു, കൈക്കൂലി കൊടുക്കണം, അതിന് ഒരു ചട്ടം എന്ന പോലെ അവർക്കുള്ള പൈസ കൊടുക്കണം, എന്നാലേ ഞാനിവിടെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് സർട്ടിഫൈ ചെയ്ത് വിടൂ. ഞാൻ നിർബന്ധത്തോടെ പറഞ്ഞു, ഞാൻ കൈക്കൂലി തരില്ല. കൈക്കൂലി തന്നിട്ട് എനിക്ക് പാസ്പോർട്ട് വേണ്ട. കാരണം ഞാൻ അന്നും പറഞ്ഞ ഒരു കാര്യമാണ്, ജീസസ് യൂത്തിലൊക്കെ എപ്പോഴോ പ്രാർത്ഥനയ്ക്കൊക്കെ പോയപ്പോൾ കേട്ടിരുന്ന ഒരു കാര്യമാണ്, ഈശോ എൻ്റെ ബോസാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആർക്കും കൈക്കൂലി കൊടുത്ത് ഒന്നും വാങ്ങരുത്. ഞാൻ അങ്ങനെ തന്നെ ആ അക്രൈസ്തവനായ പോലീസുകാരനോട് പറഞ്ഞു, കൈക്കൂലി കൊടുത്ത് ഒന്നും വാങ്ങരുതെന്നാണ് എൻ്റെ ബോസ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ വീണ്ടും എന്നെ നിർബന്ധിച്ചു. ഞാൻ കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാൾ പോയി, ദേഷ്യപ്പെട്ടു പോയി. പക്ഷേ ഇയാൾ നിർബന്ധിതനായി എന്നെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാൻ എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് തക്ക സമയത്ത് പാസ്പോർട്ട് കിട്ടി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാസ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ ഫാക്സ് ചെയ്ത് അയച്ചു കൊടുത്തു. ഞാൻ അഡ്രസ്സ് എഴുതിയവരുടെ പക്കലേക്ക് അവരാവശ്യപ്പെട്ടിട്ട്. ഞാൻ എന്ന് മുൻപുള്ള സെമിനാരിയിൽ നിന്ന് പുറത്തു വന്നോ, അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ആനിവേഴ്സറിയുടെ അന്നേ ദിവസം എനിക്ക് ഫിലിപ്പീൻസിലേക്ക് ചെല്ലാൻ എനിക്ക് വിസയും ടിക്കറ്റും എല്ലാ സംവിധാനങ്ങളുമായിട്ട് കർത്താവ് എനിക്ക് വലിയൊരു അടയാളം ദിവ്യകാരുണ്യത്തിലൂടെ തന്നു. ഞാൻ നൈറ്റ് വിജിലിൽ ഈശോയോട് ആവശ്യപ്പെട്ടത് കർത്താവ് എനിക്ക് നിറവേറ്റി തന്നു. അന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി നമ്മൾ വിളിച്ചാൽ, നിഷ്കളങ്കമായി സത്യസന്ധമായി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഈശോ നിഷേധിക്കില്ല. ഈശോ ജീവിക്കുന്ന ദൈവമാണ്, എന്നെ കേൾക്കുന്ന ദൈവമാണ്. ഞാൻ അതുകൊണ്ട് ഇന്ന് പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 19 വർഷം ആയി. ഇന്ന് ഈശോയുടെ ശുശ്രൂഷയിൽ കുറുമശ്ശേരിയിലുള്ള ബെർട്ടോണി സെമിനാരിയിൽ ധ്യാന ശുശ്രൂഷകളിലും സെമിനാരി കുട്ടികളുടെ പരിശീലനത്തിലുമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഫിലിപ്പീൻസിലെത്തി. ഫിലിപ്പീൻസിൽ മനിലയ്ക്കടുത്തുള്ള ഞങ്ങളുടെ സെമിനാരിയിൽ സ്റ്റിഗ്മാറ്റൈൻ സഭയുടെ ഫോർമേഷൻ ഹൗസിൽ ആയിരിക്കുമ്പോൾ ഏക ഇന്ത്യക്കാരൻ ആയിട്ട് ഒരു വലിയ സമൂഹത്തിനിടയിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് ഫിലിപ്പീൻസുകാർക്ക് ആ സമയത്തൊക്കെ ഒരു അവജ്ഞയുണ്ട്. നമ്മുടെ കളറ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ സ്ലാങ്ങിലുള്ള ഇംഗ്ലീഷ് സംസാരം കേട്ടിട്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതുപോലെ അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ മനുഷ്യർ നമ്മളെ അറപ്പോടെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം. അത് നമ്മളുടെ പരിശീലകരായിട്ടുള്ള ഫിലിപ്പീൻസിൽ നിന്നുള്ള വൈദികർ, അവരൊക്കെ ആണെങ്കിൽ പോലും സഹോദരങ്ങൾ ഒക്കെ പോലും നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഒരു വ്യത്യസ്ത രാജ്യത്ത് നിന്ന് ഒരാൾ കടന്നു വന്നപ്പം, അവരുടെ ഇടയിലേക്ക് പരിശീലനത്തിലായിട്ട് കടന്നു വന്നപ്പോൾ, അവരിൽ ഒരാളായിട്ട് കടന്നു വന്നപ്പം അവരനുഭവിക്കുന്ന വിഷമവും ഞാൻ അതിലേറെ വിഷമം അനുഭവിക്കുകയാണ്. എനിക്ക് മിണ്ടാനും പറയാനും ആരുമില്ല, എൻ്റെ സങ്കടങ്ങൾ പറയാൻ പോലും ആരുമില്ല. ആ ഇടയ്ക്ക് ഞാൻ ആകെ ഒരു ആശ്വാസം കണ്ടിരുന്നത് ഷാലോം ടൈംസ് ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ട് എനിക്ക് അയച്ചു കിട്ടുമായിരുന്നു. അത് മാസങ്ങൾ കാത്തിരിക്കുമ്പോഴേ എനിക്ക് വരുള്ളൂ. അതാണ് ആകെയുള്ള ആശ്രയവും. പിന്നെ എൻ്റെ മലയാളം ബൈബിള്, എവിടെ പോയാലും കൊണ്ടു നടക്കുന്ന ഒന്നായിരുന്നു എൻ്റെ മലയാളം ബൈബിള്. ഇതുകൊണ്ട് ഞാൻ ഇരിക്കും. ആരോടും ഒന്നും പറയാനില്ല സങ്കടങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ദിവ്യകാരുണ്യവും ക്രൂശിത രൂപവും നൽകുന്ന വലിയ ശക്തി ഞാൻ ഓർക്കുന്നത്. കാരണം രാത്രി സമയങ്ങളിൽ ഞങ്ങളുടെ സെമിനാരിയിലെ ചാപ്പൽ പൂട്ടാറില്ല. സെമിനാരിയുടെ അടുത്താണ് ഞാൻ കിടക്കുന്ന ഡോർമെട്രി. എല്ലാവരും കിടന്നു കഴിയുമ്പോൾ ഞാൻ ആ ഡോർമെട്രിയിൽ നിന്ന് ഇറങ്ങി വരും. അൾത്താരയുടെ വിരിക്കു മറവിൽ അൾത്താരയുടെ അടിയിൽ ചുവട്ടിൽ വന്ന് ആരും കാണാതെ അരണ്ട വെളിച്ചമുണ്ട്, സക്രാരിക്ക് ചുറ്റുമുള്ള വെളിച്ചം. ആ വെളിച്ചത്തിൽ ഈശോയെ കാണാം, ക്രൂശിത രൂപം കാണാം. സക്രാരിയുടെ നേരെ മുകളിൽ തൂങ്ങപ്പെട്ട രൂപമാണ്. ഞാൻ അവിടെ വന്ന് ആരും കാണാതെ ഈശോയോട് മലയാളത്തിൽ സംസാരിക്കും. എനിക്ക് കരയാം, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറയാം. സക്രാരിയെ നോക്കി കുറേ നേരം ഇരിക്കും. ഏറ്റവും ആരും അറിയാത്ത എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഈശോ ആയി മാറിയ നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയും എനിക്ക് അത്രയും അതുപോലൊരു നല്ല കാലം ഉണ്ടായിരുന്നില്ല. ഏറ്റവും സഹനമുള്ള സമയം, ഏറ്റവും വേദന അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന സമയം, ആരും കൂട്ടിനില്ലാത്ത സമയം, എന്നാൽ ആരും അറിയാത്ത ഒരു വലിയ കൂട്ടുകാരനായിട്ട് ദിവ്യകാരുണ്യം എനിക്കുണ്ടായിരുന്നു. സക്രാരിയിൽ കാണുന്ന ഈശോയുടെ അടുത്ത് വന്ന് ആരോടും ഒന്നും പറയാനില്ല, മലയാളം ബൈബിളും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ആ അരണ്ട വെളിച്ചത്തിലിരുന്ന് ബൈബിൾ അധികം വായിക്കാൻ പറ്റില്ല, അതിനുള്ള വെട്ടമില്ല. പക്ഷേ ഈശോയെ കാണാം. ആ വെളിച്ചത്തിൽ തൂങ്ങപ്പെട്ട രൂപത്തിൽ ഈശോയുടെ മുഖം കാണും. എനിക്ക് എൻ്റെ വേദനകളിലെല്ലാം ആകുലതകളിലെല്ലാം ഈശോ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവരോടും ഉപദേശിക്കാൻ ഇന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ സങ്കടങ്ങളിൽ, ഏകാന്തതയിൽ, ആരോരുമില്ലാത്ത അവസ്ഥയിൽ, ആരുമില്ലെന്ന് പറഞ്ഞ് ഒളിക്കരുത്. നമുക്ക് ഈശോയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ഈശോയെ അനുഭവിച്ചറിയുന്ന നിമിഷം. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കാനും
ആ ക്രൂശിത രൂപത്തോട് ആലോചന ചോദിക്കാനും പറ്റിയ നിമിഷം. ഈശോ സംസാരിക്കും, ഈശോ ശക്തി തരും. കാരണം ഓരോ രാത്രിയിലും എനിക്ക് ശക്തി കിട്ടിയതും ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ വേണ്ട ഊർജം കിട്ടിയതും ആ ഇരിപ്പായിരുന്നു ദിവ്യസക്രാരിയുടെ മുമ്പിൽ. നമുക്കെല്ലാം തുറന്നു പറയാം, നമുക്ക് കരയാം ഈശോയുടെ മുമ്പിൽ. ഈശോയ്ക്ക് മനസ്സിലാകും, ഈശോയ്ക്ക് മനസ്സിലാകും. അന്ന് ഞാൻ ഓർക്കുന്ന ഒരു ചെറിയൊരു സംഭവം, വലിയ ആരോടും പറയാൻ പറ്റാത്ത വേദന, സങ്കടങ്ങളുണ്ട്, ഒറ്റപ്പെടലുകൾ, തിക്താനുഭവങ്ങൾ. അന്ന് കർത്താവ് എന്നെ അവിടെ നിന്ന് കുരിശിൻ്റെ രൂപത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ഈശോ എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കൊച്ചു കാര്യമായിരുന്നു മൗനം പാലിക്കാൻ. മൗനം പാലിക്കണം. പീലാത്തോസിൻ്റെ മുമ്പിൽ ഞാൻ പാലിച്ച മൗനം നീ ഓർക്കുന്നില്ലേ? കുരിശ് വഹിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ പാലിച്ച മൗനം നീ ഓർക്കുന്നില്ലേ? കുരിശിൽ ഞാൻ പാലിച്ച മൗനം നീ ഓർക്കുന്നില്ലേ? പല ചോദ്യങ്ങളും കർത്താവ് എന്നോട് ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ എനിക്ക് ഉത്തരം കിട്ടി. ശാന്തമായിരുന്നാൽ മതി, ശാന്തമായിട്ടിരുന്നാൽ മതി. യുദ്ധം കർത്താവിൻ്റെയാണ്. കർത്താവിൻ്റെ പദ്ധതി പ്രകാരമാണ് ഞാൻ ആ ഫിലിപ്പീൻസിൽ ആ കാലങ്ങളിൽ ചെലവഴിച്ചത്. ഈശോയ്ക്ക് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് നിവൃത്തിയാകണമെങ്കിൽ, പിതാവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തിയാകാൻ ഞാൻ ഈ കുരിശ് വഹിക്കണം. ശാന്തനായി ഞാൻ കുരിശ് സഹിക്കണം, ക്രൂശുമരണം സഹിക്കണം. എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എനിക്കത് മതിയായിരുന്നു മുന്നോട്ട് പോകാനുള്ള ശക്തി. ഉത്തരം നൽകുന്നത് അവിടെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2004 നാട്ടിൽ തിരിച്ചെത്തി. ഇവിടെ വച്ചാണ് ഈ സഭയുടെ ആദ്യം നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു പട്ടമാണ് പൗരോഹിത്യം. എൻ്റെ ഇടവകയിൽ വെച്ചാണ് പൗരോഹിത്യത്തിന് ഒരുങ്ങുന്നത്. പഠിച്ച് എല്ലാം പൂർത്തിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആ ദിവസങ്ങളിൽ എനിക്ക് കടുത്ത പനി ബാധിച്ചു. പട്ടം തീരുമാനിച്ചു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി അന്ന് പ്രാർത്ഥിച്ചിരുന്നാണ് അമ്മയുടെ ഒരു ദിവസം എനിക്ക് പട്ടം കിട്ടണമെന്ന്. മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ ദിവസം. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, എന്താ ഈ 13 ഒരു മോശപ്പെട്ട ദിവസമാണ്, തീയതിയാണ്, 13 തന്നെ നിനക്ക് കിട്ടിയുള്ളൂ? ഞാൻ പറഞ്ഞു, 13 കർത്താവ് വിശുദ്ധീകരിച്ച ദിവസമാണ്. എല്ലാ ദിവസങ്ങളും വിശുദ്ധമാണ്. 13 അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാളാണ്. അമ്മ എന്നെ നോക്കിക്കൊള്ളൂ. പ്രിയപ്പെട്ടവരെ, അന്ന് പനിച്ചു വിറച്ച് ഞാൻ ഇഞ്ചക്ഷനുകൾ എടുത്തിട്ടാണ്, പനിക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അൽത്താരയിൽ കയറുന്നത്. അത്രയും അവശനായിട്ടാണ്. പക്ഷേ ഞാൻ അറിയുന്നു, തളർന്നു വീഴുമെന്ന് കരുതി എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ അറിയാവുന്നവർ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുമോ? കാരണം അത്രയും ക്ഷീണിതനാണ്. കർത്താവ് എന്നെ ശക്തമായ രീതിയിൽ സഹായിച്ചു. ആ നിമിഷം, കർത്താവിനെ കരങ്ങളിലെടുത്ത ഒരു നിമിഷം ഞാൻ ഇന്നും മറക്കാനാവാത്ത ഒരു നിമിഷമാണത്. പരിശുദ്ധ കുർബാന ആദ്യമായി കരങ്ങളിലെടുത്ത നിമിഷം. ദിവ്യകാരുണ്യം ഞാൻ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, രോഗബാധിതയായി, ക്യാൻസർ ബാധിതയായി, വളരെ ക്ഷീണിതയായ അമ്മ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് ഞാൻ ഉയർത്തുമ്പോൾ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ അവിടെ എൻ്റെ അമ്മച്ചി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. കാരണം ഒത്തിരി വലിയ സ്വപ്നമായിരുന്നു മകൻ പൗരോഹിത്യത്തിൽ പ്രവേശിക്കണമെന്ന്. പ്രാർത്ഥിച്ച് സഹായിച്ച ഒരു അമ്മയുണ്ടായിരുന്നു. ആ നല്ല അമ്മയുടെയൊക്കെ നല്ല പ്രോത്സാഹനം, കുടുംബാംഗങ്ങളുടെ പ്രോത്സാഹനം എന്നെ പരിശുദ്ധ കുർബാനയോട് എന്നും ചേർത്ത് നിർത്തി. ഒരിക്കലും കുർബാന മുടങ്ങിയിട്ടില്ല. സെമിനാരിയിൽ പ്രവേശിച്ച നാൾ മുതൽ പരിശുദ്ധ കുർബാന മുടങ്ങാതെ എന്നും എന്നെ കാത്തു. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടങ്ങിയില്ല. ഇന്നുവരെ ജീവിതത്തിൽ കുർബാനയുടെ വലിയ സംരക്ഷണം കർത്താവ് എനിക്ക് തരുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് എത്ര വലിയവൻ! എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരില്ല. കാരണം നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഈ പരിശുദ്ധ കുർബാന കൂടാതെ ആർക്കും ആവില്ലല്ലോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ
കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. പ്രിയപ്പെട്ടവരെ, 2013 ഞാൻ തൃശ്ശൂർ രൂപതയിലെ പല്ലിശ്ശേരി ഇടവകയിൽ ഒരു ഏകദിന ശുശ്രൂഷയിൽ നടത്തുവാനായിട്ട് പോയി. അവിടെയുള്ള പ്രാർത്ഥന കൂട്ടായ്മയോ ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ ഏകദിന ശുശ്രൂഷ നടത്തി. ടോക്ക് കൊടുത്തു. കുമ്പസാരവും ആരാധനയും ഏറ്റവും അവസാനം ദിവ്യബലിയർപ്പണവുമാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. സീറോ മലബാർ റീത്തിലുള്ള പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ഉയർത്തി ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പമാകുന്നു എന്ന് നാം കൊയർ പാടുമ്പോഴും വൈദികൻ അവിടെ തക്സയിലുള്ള പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലിക്കൊണ്ട് തിരുവോസ്തി വിഭജിക്കുന്ന ആ ഒരു ദിവ്യ നിമിഷം, പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുഹൃദയം വിഭജിക്കപ്പെടുന്ന നിമിഷം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിരുവോസ്തി രണ്ടായി മുറിച്ച് ആ ഒരൊറ്റ നിമിഷത്തിൽ ഞാൻ വലിയൊരു ശബ്ദം, ഗംഭീരമായൊരു ശബ്ദം, ഗാംഭീര്യമേറിയൊരു ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നു. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ധാരാളം സൈക്കോളജി പഠിച്ച് നടന്നിരുന്ന ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ എതിർത്ത് മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി. ഒരു നിമിഷം ഞാൻ മാർപ്പാപ്പയാണെന്നോ പ്രധാനമന്ത്രിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാനല്ലാതെ പിന്നെ ആരാണ് എന്ന ഒരു എതിർ ചിന്ത എൻ്റെ മനസ്സിൽ ആ നിമിഷം വന്നു പോയത് ഞാനിപ്പോഴും ഓർക്കുന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാകാം, ഭോഷനായതുകൊണ്ടാകാം, കർത്താവ് എന്നെ വളരെ വ്യക്തമായ ഒരു ദർശനം കാണിച്ചു തന്നു. ആ തിരുവോസ്തിയും പിടിച്ചുകൊണ്ട് ഞാൻ ആ നിൽക്കുന്ന നിപ്പിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. ആ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെ, വലിയൊരു കാഴ്ച ഞാൻ കണ്ടത് ഒരു തീക്കൂന. ആ തീക്കൂനയുടെ പക്കൽ നിന്ന് ഒരു മനുഷ്യൻ മുന്നോട്ടാഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മുട്ടിന് താഴെ നിൽക്കുന്ന ഒറ്റ ഉടുപ്പ് പോലുള്ള ഒന്ന്, അരയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, കയറ് പോലെ എന്തോ, തോളിൽ ഒരു സഞ്ചി പോലെ, പാണ്ടക്കെട്ടെന്ന് നമ്മൾ വിളിക്കുന്ന പോലെ തുണി കൊണ്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന എന്തോ ഒരു കെട്ട്, കയ്യിലൊരു എന്തോ ഒരു മരക്കഷ്ണം, ഒരു വടി പോലെ തോന്നിക്കുന്നത്, ഇതും പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഈ തീയിൽ നിന്ന് എതിർ ദിശയിലേക്ക് പോവുകയാണ്. പോകാൻ തുടങ്ങിയ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് മുഖം തിരിച്ച് ഈ തീയിലേക്ക് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? അപ്പോൾ ഞാൻ കേട്ട അതേ ശബ്ദത്തിൽ ആ തീയിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നത് ഞാൻ കേൾക്കാണ്, ഞാൻ തന്നെ. പ്രിയ സഹോദരങ്ങളെ, ആ നിമിഷം, ആ കാഴ്ച കൂടി കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന തിരുവോസ്തിയിലേക്ക് നോക്കി ഞാൻ വിറയ്ക്കുകയാണ്. കാരണം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പക്കഷ്ണം ഇത് വെറും അപ്പമല്ല, ഇത് മോശയോട് അന്ന് സംസാരിച്ച ആ ദൈവം തന്നെയാണ്. എൻ്റെ കയ്യിൽ മാംസം ധരിച്ച ദൈവം ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ. ആ ഈശോയാണ് എന്നോട് അരുളി ചെയ്തത്, ഞാൻ തന്നെ എന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലെ ദിവ്യ സാന്നിധ്യത്തെ എന്നെങ്കിലും ജീവിതത്തിൽ സംശയിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ദൈവമാണ്. മോശ കേട്ട ആ ശബ്ദം മാംസം ധരിച്ച്, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ദൈവം ഇതാ തിരുവോസ്തിയിൽ നമ്മോടൊപ്പം. അന്നു മുതൽ എൻ്റെ ബലിയർപ്പണത്തിൻ്റെ രീതികൾ മാറി. നേരത്തെ പാട്ടുകുർബാനയിലെ പാട്ടിനും
ശബ്ദത്തിനും നമ്മുടെ സ്ഫുടതയ്ക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ പരിശുദ്ധ കുർബാന എനിക്ക് ജീവിത അനുഭവങ്ങളാകാൻ തുടങ്ങി. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് ഞാൻ ആരാധകനായി മാറി. ആരാധനിക്കാൻ തുടങ്ങി ഈശോയെ. ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയും ഭയത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും കൂടെ എന്നത് എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന ജീവൻ പ്രാപിച്ചു. ഇന്ന് ഉറപ്പോടെ ഞാൻ സർവ്വ മനുഷ്യരോടും ഈ പ്രപഞ്ചം മുഴുവനോടും പറയാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സർവശക്തനായ ദൈവത്തിൻ്റെ ആ സജീവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് പാപമോചനം ലഭിക്കില്ല. പാപമോചനം നൽകാൻ സ്വർഗം കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന എന്ന് വേണം നമ്മൾ കുർബാനയെ വിളിക്കാൻ. അത് പരിശുദ്ധമാണ്. വിശുദ്ധ കുർബാന എന്നുള്ള പദം പോലും അല്പം അതിനെ താഴ്ത്തിക്കെട്ടുന്നത് പോലെയാണെന്ന് ഓർക്കണം. പരിശുദ്ധ കുർബാന എന്നേ നാം കുർബാനയെ വിളിക്കാവൂ. പരിശുദ്ധനായ ദൈവം നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നതാണ്. വിശുദ്ധനായ അന്തോണീസ് എന്ന് പറയുന്ന പോലല്ല, പരിശുദ്ധനായ കുർബാനയാണ്. പരിശുദ്ധനായ പരമപരിശുദ്ധ ദൈവം ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ കൂടെ വസിക്കുന്നു. നല്ല ദൈവമേ, ആരാധന. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, ആർത്തുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങളിലൂടെ കർത്താവ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവവിളിയില്ലെന്നും നീ ദൈവ ശുശ്രൂഷയ്ക്കുള്ളതല്ല എന്നും പറഞ്ഞ് കേട്ടെടുത്ത് കർത്താവ് എൻ്റെ കണ്ണീര് കണ്ടു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതെന്ന് ഞാൻ ഇന്ന് അറിയുന്നു. ഇത് കർത്താവിൻ്റെ പദ്ധതികളാണ്. എന്നെ കടത്തിക്കൊണ്ടുപോയത് എൻ്റെ ഈശോയാണ്. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കാൻ ആ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകണമായിരുന്നു. ഇന്ന് അനേകായിരങ്ങളോട് ദിവ്യകാരുണ്യത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കാൻ, പരിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യ സാന്നിധ്യം, സജീവ സാന്നിധ്യം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം മാത്രവുമല്ല, ഈ പരിശുദ്ധ കുർബാന കൂടാതെ ആർക്കും നിത്യജീവനിൽ പ്രവേശിക്കാനാവില്ലെന്ന് ഒരു ഭയവും കൂടാതെ തിരുവചനങ്ങളിലൂടെ ഉറപ്പിച്ചു പറയാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഇന്ന് എവിടെയും ആരുടെയും മുമ്പിൽ ഉറപ്പിച്ച് ഞാൻ പറയും, മരണഭയമില്ലാതെ ഞാൻ പറയും, ദിവ്യകാരുണ്യം നിത്യജീവനിലേക്ക് നയിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.